നമ്മൾ നോക്കാൻ പോകുന്ന MCA എൻട്രൻസ് എക്സാമിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാഫ് എയ്ഡർ, ഫുൾ എയ്ഡർ, മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ, എൻകോഡർ ആൻഡ് ഡീകോഡർ. ഹാഫ് എയ്ഡർ എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട് ഉണ്ടാവും, എയും ബിയും. അതേപോലെ തന്നെ 2 ഔട്ട്പുട്ട് ആവും, സമ്മും ക്യാരി. സമ്മിന് ഉപയോഗിക്കുന്ന ഗേറ്റ് എന്ന് പറയുന്നത് XOR ഗേറ്റ് ആണ്. അതേപോലെ ക്യാരിക്ക് ഉപയോഗിക്കുന്ന ഗേറ്റ് എന്ന് പറയുന്നത് AND ഗേറ്റ് ആണ്. ഫുൾ എയ്ഡറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻപുട്ടാവും, എയും ബിയും ക്യാരി ഇന്നും. ക്യാരി ഇൻപുട്ടും ക്യാരി ഔട്ട്പുട്ടും. ഒരു ഔട്ട്പുട്ടാണ് ആകെ ഉണ്ടാവുള്ളൂ. പിന്നെ മൾട്ടിപ്ലക്സറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലക്സർ ചെയ്യുന്നത് മെനി ഇൻപുട്ട്സിനെ 1 ഔട്ട്പുട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. മൾട്ടിപ്ലക്സറിന് തന്നെയാണ് ഡാറ്റ സെലക്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതേപോലെ ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടിനെ കുറേ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഡീമൾട്ടിപ്ലക്സറാണ് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ. മൾട്ടിപ്ലക്സർ ഡാറ്റ സെലക്ടറും ഡീമൾട്ടിപ്ലക്സർ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടറും. ഇനി എൻകോഡർ. എൻകോഡർ എന്ന് പറയുന്നത് മെനി ഇൻപുട്ട്സിനെ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. മെനി ഇൻപുട്ട്സിനെ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. എക്സാമ്പിൾ വരുന്നത് കീബോർഡ് എൻകോഡർ. ഡീകോഡറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകോഡർ എൻകോഡറിൻ്റെ ഓപ്പോസിറ്റാണ്. ഡീകോഡർ ബൈനറി കോഡിനെ മെനി ഇൻപുട്ട്സായിട്ട് കൺവേർട്ട് ചെയ്യും. ബൈനറി ഇൻപുട്ടിനെ മെനി ഔട്ട്പുട്ട്സായിട്ട് കൺവേർട്ട് ചെയ്യും. എൻകോഡർ എന്ന് പറയുമ്പോൾ മെനി ഇൻപുട്ട്സിനെ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഡീകോഡർ എന്ന് പറയുമ്പോൾ ബൈനറി ഇൻപുട്ടിനെ മെനി ഔട്ട്പുട്ട്സായിട്ട് കൺവേർട്ട് ചെയ്യും. ഡീകോഡർ വരെയാണ് നോക്കിയിട്ടുണ്ടായത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കാൻ പോകുന്നത് CPU. CPU എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ CPU ആണ് ഉത്തരം വരിക. CPUവിൽ 3 മെയിൻ പാർട്സ് ഉണ്ട്: ALU, CU, രജിസ്റ്റർ. ALU എന്ന് പറയുന്നത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. CU എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ പെർഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. അരിത്തമാറ്റിക്കും ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നതാണ് ALU. ഏതൊക്കെയാണ്? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, അങ്ങനെ. ഓക്കെ, അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേഷനും, അതായത് കമ്പ്യൂട്ടറിലത്തെ എല്ലാ ഓപ്പറേഷനും കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. അതിൻ്റെ ഫങ്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾസ് എക്സിക്യൂഷൻ, ഡയറക്ട്സ് ഡാറ്റ ഫ്ലോ, കോർഡിനേറ്റ്സ് കമ്പോണൻറ്റ്സ്. അത്രയേ ഉള്ളൂ കൺട്രോൾ യൂണിറ്റ്. അടുത്തത് തേർഡ് മെയിൻ പാർട്ടായ രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് സ്മോൾ മെമ്മറി ഇൻസൈഡ് CPU. CPUവിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സ്മോൾ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഫാസ്റ്റസ്റ്റ് മെമ്മറി ആഫ്റ്റർ ക്യാഷെ. ക്യാഷെയാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി വരുന്നത്. അതിനേക്കാളും, അതായത് ക്യാഷ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നതാണ് രജിസ്റ്റേഴ്സ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മെമ്മറി ഹൈറാർക്കി. മെമ്മറി ഹൈറാർക്കിയുടെ ഫ്ലോ വരുന്നത് രജിസ്റ്റേഴ്സ്, ക്യാഷെ, റാം, സെക്കൻഡറി മെമ്മറി. ഈ ഫ്ലോയിലാണ് മെമ്മറി ഹൈറാർക്കി വരുന്നത്. അടുത്ത ടോപ്പിക്ക് ക്യാഷ് മെമ്മറി. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാവും, അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്. അടുത്തത് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ക്യാഷ് മെമ്മറിയാണ്. എന്തിൻ്റെ ഇടയിൽ? CPUവിൻ്റെയും റാമിൻ്റെയും ഇടയിൽ ഉള്ള ക്യാഷ് മെമ്മറി. അതായത് CPUവിൻ്റെയും റാമിൻ്റെയും ഇടയിലുള്ള ഏറ്റവും ഫാസ്റ്ററ്റായ മെമ്മറിയാണ് എന്ത്? ക്യാഷ് മെമ്മറി. സ്പീഡ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ റെഡ്യൂസസ് SS ടൈം. അതാണ് ക്യാഷ് മെമ്മറിയിൽ വരുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റാമാണ്. റാം എന്താ? റാൻഡം ആക്സസ് മെമ്മറി. ഫീച്ചേഴ്സ് വരുന്നത് വോളറ്റൈൽ, ടെമ്പററി, ലോസസ് ഡാറ്റ വെൻ പവർ ഓഫ്. ഞാൻ വെറുതെ വായിച്ച് പോകാം, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഓൾറെഡി, പിന്നെ വായിക്കുമ്പോഴേക്കും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, അതുകൊണ്ട്. അടുത്തത് റോം എന്ന് പറയുമ്പോൾ റീഡ് ഓൺലി മെമ്മറി. ഫീച്ചേഴ്സ് വരുന്നത് ഇവിടെ വോളറ്റൈലാണെങ്കിൽ, റാം വോളറ്റൈലാണെങ്കിൽ റോം നോൺ വോളറ്റൈലാണ്.
ഇവിടെ ടെമ്പററി ആണെങ്കിൽ ഇവിടെ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ കമ്പാരിസൺ ഒന്ന് നോക്കി വെച്ചോളൂ. അതേപോലെ റോമിൽ സ്റ്റോർ ബയോസ് വരുന്നുണ്ട്. അടുത്തത് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജിൽ നമ്മളിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി മെമ്മറി ആണ്, നോൺ വോളറ്റൈലാണ്, ലാർജ് സ്റ്റോറേജ് ആണ്. പക്ഷേ എന്തിനേക്കാളും ചെറുതാണ്? റാമിനേക്കാളും ചെറുതാണ്. ഇനി SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSD ഈസ് ഫാസ്റ്റർ ബിക്കോസ് ഓഫ് നോ മെക്കാനിക്കൽ പാർട്സ്. അതായത് SSDയിൽ നമ്മൾ മെക്കാനിക്കൽ പാർട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ SSD എന്തിനേക്കാളും ഫാസ്റ്ററാണ്? HDDനേക്കാളും ഫാസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം.